എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുമ്പോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കും ആകും. വളരെ നീണ്ടതായിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. പക്ഷെ സഭയുടെ പർപ്പസ് ഇതാണ്. പുതിയ നിയമത്തിൽ ദൈവം തമ്പുരാൻ അപ്പോസ്തലന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും അതുപോലെ ഉപദേശകന്മാരായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മ 5 തരത്തിലുള്ളവരെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ക്രിസ്തുവിൽ നമ്മള് അവനോളം അവന്റെ തലയോളം വളരണമെന്ന്. ദൈവത്തിന്റെ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതായത് നേതൃത്വമായിട്ടുള്ള തന്നിരിക്കുന്ന ഈ വരങ്ങൾ ഏതൊരു 5 or 8 പേര് കൂടുന്നതിന്റെ നടുക്ക് ഇത് പ്രത്യക്ഷപ്പെടും. ഒരാൾക്ക് വിളിച്ചു കൂട്ടാനുള്ള കഴിവായിരിക്കും, ഒരാൾക്ക് വചനം പറയാനുള്ള, ഒരാൾക്ക് സ്നേഹത്തിൽ അവരോട് ഇടപെടാനായിരിക്കും, പിണങ്ങി നിൽക്കുന്നവർ ഒന്നിച്ച്. ആ ഒരു കൂട്ടം ഒരു സഭയിൽ ഉണ്ടാകണം. 10 പേർ എവിടെ കൂടിയോ ഇത് ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. അത് ഈ വരം ദൈവം തന്നിരിക്കുന്നതാണ്. അത് ആർക്കാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ ഇടപെടുമ്പോൾ അറിയാൻ വെക്കും. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കണം. പിന്നെ അവരുടെ കഴിവുകള് ഈ ചെറിയ ചെറിയ ഗ്രൂപ്പിൽ അത് വളർത്തിയെടുക്കണം. അതല്ലേ എവിടെ അവർ വളരും. അടിച്ചമർത്തുന്ന ഒരു ജീവിതമല്ല കർത്താവ് തരുന്നത്. ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്ക്. ഉറപ്പുള്ളവര്, അതായത് ഈ പക്വതയുള്ളവർക്ക് ഈ കൃപയുണ്ടെന്ന് ഒരു സമൂഹത്തിൽ ഒരു ചെറിയ ഗ്രൂപ്പ് എങ്കിലും മനസ്സിലാക്കുന്നില്ല എങ്കിൽ അത് പട്ടുപോകും. അപ്പൊ ഞാൻ കാണുന്നത് ഫലങ്ങൾ നിറച്ചങ്ങനെ വൃക്ഷം മുഴുവൻ ഇങ്ങനെ ഈ മാവേൽ മാങ്ങ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. പക്ഷെ പറിച്ചെടുക്കാൻ ആരില്ല. കാരണം ഈ തോട്ടത്തിനകത്തോട്ട് ആരും കയറ്റുന്നില്ല. കടന്നു വരുവീൻ, ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്ക്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, കൃപ കൊണ്ട് നിറയ്ക്കട്ടെ. സമൃദ്ധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഓരോ ഭവനത്തെയും നിറയ്ക്കുവാൻ ദൈവം ഓരോ ചെറിയ സെല്ല് പോലെ നമ്മളിൽ ഒരു ഗ്രൂപ്പാക്കി തന്ന് അന്യോന്യം ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിപ്പീൻ. ഒന്നിച്ചു കൂടുന്ന ഒരു വലിയ ചേർച്ചിന്റെയും സഭയുടെയും നട്ടെല്ലെന്ന് പറയുന്നത് ചെറിയ ഗ്രൂപ്പ് പ്രെയറാണ്. അതിനെ അടിച്ചമർത്തരുത്. അതിനെ വർദ്ധിപ്പിക്കാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ആമേൻ.